ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ തെങ്ങുള്ള ഭാഗവും തെങ്ങും വാഴയും കൂടി നിൽക്കുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, കണ്ടോ, തെങ്ങിന്ന് ഇങ്ങനെ പട്ടയൊക്കെ വീഴാറായി നിൽക്കുന്നുണ്ട്. ഈ ഒരു ഭാഗം ഭയങ്കര അലങ്കോലമായിരുന്നു കേട്ടോ. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ഒരുപാട് തെങ്ങിൻ്റെ ഓലയൊക്കെ വീണിട്ട് പ്രശ്നമായിരുന്നു. അപ്പോൾ ഇന്ന് കുറേയൊക്കെ ഇതെടുത്ത് മാറ്റിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇതൊക്കെ ഒച്ചാടാന്ന് പറയും ഇവിടെയൊക്കെ, ആ സാധനമൊക്കെ ഒന്ന് വേർതിരിച്ചൊക്കെ റെഡിയാക്കി വെച്ചു കേട്ടോ. അപ്പോഴാണ് നമുക്കിങ്ങനെ ഒരു ഐഡിയ തോന്നിയത്. വീട്ടിൽ കുറേ ആയിട്ടുള്ളതാണ് ഈ അടുപ്പെന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഉപയോഗിക്കാറേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അച്ഛനും അമ്മയൊക്കെ ഉള്ളൊരു സമയത്ത് അവർക്ക് വെള്ളം തിളപ്പിക്കാനും ഒക്കെ ആയിട്ട് ഒരു അടുപ്പ് അവിടെ ഉണ്ടായിരുന്നു. പിന്നീട് വീട് റിനോവേറ്റ് ചെയ്യുന്ന സമയത്ത് അത് നമ്മൾ പോണ്ടാന്ന് വിചാരിച്ചിട്ട് ഒന്നും കൂടി നല്ല വൃത്തിയാക്കിയൊക്കെ കെട്ടി വെച്ചതായിരുന്നു. പിന്നെ ഞാൻ ഉപയോഗിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല കുറേ വർഷങ്ങളായിട്ട്. ഒരു 10 വർഷമെങ്കിലും ആയിട്ടുണ്ടാവും. 10 12 വർഷമായിട്ടുണ്ടാവും കേട്ടോ അത് ഉപയോഗിക്കാതെ ആയിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ അതിൻ്റെ കുറച്ച് പണികളിലൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി തുടങ്ങിയിട്ടുള്ള പരിപാടികളാണ് കേട്ടോ അതൊക്കെ. കോളേജ് വിട്ട് വന്നു കഴിഞ്ഞാൽ ഉള്ളത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ കാലം നമുക്ക് ഈ 4 തെങ്ങുണ്ടായിരുന്നു. 2 മുറിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു വീട് പണി സമയത്ത്. ബാക്കി 2 ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന തേങ്ങയും ചകിരി ചിരട്ട ഈ വക സാധനങ്ങളൊക്കെ നമ്മൾ ഓരോ ആളുകൾക്ക് ഇങ്ങനെ അവർ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു, അവർക്കൊക്കെ കൊണ്ടുപോകാൻ കൊടുത്തിരുന്നു. പിന്നെ അതില്ലാതെ ആയപ്പോൾ അവരൊന്നും കുറച്ച് ദിവസമൊന്നും വരാതെ ആയപ്പോൾ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ വേസ്റ്റായി കിടക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക, നമുക്ക് വേറെ എവിടെയും ഇടാനുള്ള സ്ഥലമൊന്നുമില്ല. ആകെ ഈ ഒരു 5 സെൻറ്റിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് തോന്നി ഇനി വൈകുന്നേരങ്ങൾ വരുന്ന സമയത്ത് പറ്റുന്ന രീതിയിൽ ഒക്കെ ഒന്ന് അടുപ്പ് കത്തിക്കുകയാണെങ്കിൽ ഗ്യാസിൻ്റെ ഉപയോഗം കുറേ കുറയ്ക്കാമല്ലോ. ഇത്രയും വർഷം അതിനെക്കുറിച്ച് ചിന്തിക്കാൻ എന്താണെന്ന് വെച്ചാൽ അത് കൊണ്ടുപോകാനുള്ള ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പം നമ്മളതിങ്ങനെ വീടിൻ്റെ സൈഡിൽ വെച്ചിട്ട് ചകിരി ആണെങ്കിലും ചിരട്ടയാണെങ്കിലും ഒക്കെ കുറേ സാധനങ്ങൾ കൂടുമ്പോൾ വല്ല പാമ്പോ കാര്യങ്ങളൊക്കെ വന്നിരിക്കാനുള്ളൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വല്ലാതെ ആയപ്പോഴാണ് വീണ്ടും ഈ ഒരു അടുപ്പിലേക്കൊന്ന് പോയത്. അപ്പോൾ ശരിക്കും പറഞ്ഞപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ആകെ അടുപ്പിൻ്റെ പുകയും കാര്യങ്ങളും കിട്ടുന്ന വർഷത്തിലൊരിക്കലാട്ടോ. പൊങ്കാല ഇടാൻ പോകുന്ന സമയത്താണ് ഒരു ഗംഭീര അടുപ്പ് കത്തിക്കൽ. ആകെ കരഞ്ഞ് പുകഞ്ഞ് ഒക്കെ ആയിരിക്കും അന്നത്തെ അവസ്ഥ ഉണ്ടാവുക. അപ്പോൾ എനിക്ക് തോന്നി എന്നാൽ ഇതൊരു പ്രാക്ടീസ് കൂടി ആവുമല്ലോ എന്നുള്ളത്. പിന്നെ ഇപ്പം നമുക്ക് അടുപ്പ് കത്തിക്കുമ്പോൾ അത് നിന്ന് കത്തണമെങ്കിൽ നല്ല പുളിയുടെ വിറക് കാര്യങ്ങളൊക്കെ കൊടുക്കുകയെന്ന് വെച്ചാൽ കറക്റ്റായി നിന്ന് കത്തും. നമുക്ക് അങ്ങനത്തെ വിറകൊന്നും ഇല്ലല്ലോ, ആകെ ഈ തെങ്ങിൻ്റെ സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ കിട്ടുന്ന ആ ഓലകളും പട്ടത്തണ്ടുകളും അതും അതിൻ്റെ തെങ്ങിൻ്റെ കോച്ചാടിയും ചിരട്ടിയും ചകിരിയും അത് മാത്രം വെച്ചുകൊണ്ടാട്ടോ ഇനി അത് കഴിയുന്ന വരെ അതങ്ങോട്ട് കത്തിച്ചങ്ങോട്ട് തീർക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ പിന്നെ എന്തായാലും മെയിനായിട്ട് നമുക്ക് ആവശ്യം വരുന്നത് ചോറിനും ചുക്കുവെള്ളം വെക്കാൻ വേണ്ടി. ഇവിടെ തിളപ്പിച്ചാറിയ വെള്ളം ഉപയോഗിക്കാറുള്ളൂ. കിണറിന്ന് കോരുന്ന വെള്ളം തന്നെയാണ്, എന്നാലും അത് തിളപ്പിച്ചതിന് ശേഷമേ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ അതിനൊക്കെ ആകുമ്പോൾ നമ്മൾ ഈ ഗ്യാസിൽ വലിയ കലങ്ങളിലൊക്കെ നമ്മൾ കത്തിക്കുമ്പോൾ ഒരുപാട് ഗ്യാസ് ചിലവാകും. അപ്പോൾ അത് വേണ്ടാന്ന് വിചാരിച്ചിരുന്നാൽ ഇനി കുറച്ച് ദിവസം, പ്രത്യേകിച്ച് മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് കത്തിക്കാനുള്ള സൗകര്യമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെയെങ്കിലും ഒരു അടുപ്പ് കെട്ടിയിട്ടതുകൊണ്ട് ഇങ്ങനത്തെ സമയത്തൊക്കെ അത് ഉപയോഗിക്കാമെന്ന് മാത്രം. ഇതിപ്പോൾ നമ്മൾ ഡെയിലി യൂസ് ചെയ്യാൻ തുടങ്ങിയാൽ ഇത് ഇത്രയൊന്നും ഉണ്ടാവില്ല. പക്ഷേ കുറേ ദിവസത്തെ ഉള്ളത് കൊണ്ടാണ് ഇതെന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ ഇങ്ങനെ അടിപൊളിയായിട്ട് അടുപ്പൊക്കെ കത്തിച്ചു തുടങ്ങി. ആദ്യത്തെ ഒരു ദിവസമൊക്കെ ഭയങ്കര പ്രശ്നം തന്നെയായിരുന്നു. കാരണം നമുക്ക് ആ ഒരു ഐഡിയ അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതിങ്ങനെ മെല്ലെ മെല്ലെ മനസ്സിലാക്കി എടുത്തിട്ട് എളുപ്പത്തിൽ കത്തിക്കലും കാര്യങ്ങളൊക്കെ പഠിച്ചു. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെച്ച് കൊടുക്കാനായിട്ട് നല്ല വിറകിൻ്റെ കഷ്ണങ്ങളില്ലാത്തതുകൊണ്ട് ഒരാൾ അടുത്ത് തന്നെ വേണം. അത് കെടുമ്പോഴേക്കും അടുത്ത പട്ടിയും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കാൻ. അതാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. പിന്നെ പട്ടത്തണ്ടൊക്കെ കുറേയൊക്കെ നമ്മൾ വെട്ടി നന്നായിട്ട് വെയിലൊക്കെ കൊണ്ടിട്ട് നല്ല രീതിയിൽ വിറകാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കുറച്ച് വെച്ച് കൊടുക്കും. പിന്നെ ചിരട്ടയൊക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ച് നേരമൊക്കെ ഒന്ന് നിന്ന് കത്തും. പക്ഷേ തീ പിടിപ്പിക്കാൻ നല്ല ബെസ്റ്റാട്ടോ ഈ തെങ്ങിൻ്റെ കോച്ചാട എന്ന് പറയുന്നത്. അതൊക്കെ ഇപ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാവുന്നത്. അപ്പോൾ അതൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കത്തുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പൊങ്കാല ചട്ടിയാണ് കേട്ടോ ഇത്. അങ്ങനെ കുറേ പൊങ്കാലയ്ക്ക് പോയ ചട്ടികൾ കുറേ വേസ്റ്റായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ ഞാൻ പണ്ട് ഇങ്ങനെ ഓരോ വിത്തുകളൊക്കെ കുത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെടുക്കുക വിചാരിച്ചു. ഇപ്പോൾ ഞാൻ ഇപ്രാവശ്യത്തെ കിട്ടിയത് ഞാൻ ചോറ് വെക്കാൻ അങ്ങോട്ട് ഉപയോഗിച്ചു. അപ്പോൾ നമ്മുടെ ചോറൊക്കെ അടിപൊളിയായിട്ട് ഇങ്ങനെ നന്നായി വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ചോറല്ല, വെള്ളം വെച്ചതായിരുന്നു. അപ്പോഴേക്കും വൈകുന്നേരമാണ് ഈ കലാപരിപാടികൾ. അപ്പോഴേക്കും ഇരുട്ടായി തുടങ്ങി. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വേഗം അരിയൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോൾ അടുപ്പ് കത്തിക്കണ കാര്യത്തിനെക്കുറിച്ച് ചിന്തിച്ചപ്പം കരി പിടിപ്പിക്കാൻ പറ്റുന്ന പാത്രങ്ങളൊക്കെയല്ലേ പറ്റുള്ളൂ. നമ്മൾ സാധാ പാത്രങ്ങൾ ഇവിടെ പറ്റില്ലല്ലോ. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, എന്തായാലും പൊങ്കാലയുടെ പ്രാവശ്യത്തെ ചട്ടി ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ, എന്നാൽ പിന്നെ ആ ചട്ടിയിൽ ചോറ് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലാകുമ്പോൾ പിന്നെ കരി പിടിച്ചാലും വലിയ പ്രശ്നമില്ല. അപ്പോൾ അതുകൊണ്ട് ആണ് കേട്ടോ നമ്മളിപ്പോൾ ചോറ് വെക്കണത്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഈ ഒരു അടുപ്പിൽ പണി കഴിയണ വരയ്ക്ക്
എന്തായാലും ഈ ചട്ടി യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുക. അല്ലാണ്ട് മറ്റുള്ള പാത്രങ്ങളാകുമ്പോൾ അത് കരി പിടിച്ച് കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ചട്ടീനെ കുറിച്ച് ഓർമ്മ വന്നപ്പോൾ വേഗം ഇത് അരി വയ്ക്കാൻ വേണ്ടി എടുത്തത്. അപ്പോൾ നന്നായിട്ട് നമ്മുടെ അരിയൊക്കെ വെള്ളമൊക്കെ തിളച്ച് അരിയൊക്കെ ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ആവണമൊക്കെ ഉണ്ട് കേട്ടോ. ആദ്യത്തെ കുറച്ച് ദിവസം ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ നമുക്ക് തോന്നിയെങ്കിലും പിന്നീട് അത് ഓരോ ദിവസം കഴിയുന്തോറും ശരിക്കും പറഞ്ഞാൽ പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ് പറഞ്ഞ പോലെ ഓരോ ദിവസം കഴിയുന്തോറും നമ്മളിങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് വരികയാണ് അടുപ്പ് കത്തിക്കണേൽ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും കറക്റ്റ് ഒരു വിറകില്ലാത്തതുകൊണ്ട് മാത്രം കേട്ടോ ഇതിങ്ങനെ ആളി കത്തിക്കണം എന്തിനാന്നൊക്കെ. പക്ഷെ അതിങ്ങനെ തീ കെട്ട് പോകാതിരിക്കാനുള്ള ശ്രമത്തിലാണ്. എന്തായാലും നമ്മുടെ അരിയൊക്കെ നല്ല അടിപൊളിയായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഏകദേശം വെന്തും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് നേരം കൂടി ആവശ്യമുള്ളൂ. തിളച്ച് പൊന്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത്ര തീ അത്യാവശ്യമില്ലല്ലോ. അപ്പോൾ ചെറുതായിട്ട് വേവാനുള്ള തീ മാത്രം ഒന്ന് കൊടുത്ത് വെച്ചിട്ട് നമുക്ക് ചോറൊക്കെ ഒന്ന് വാർത്ത് എടുക്കണം. അപ്പോൾ വാർക്കാനുള്ള സംവിധാനം എന്ന് പറഞ്ഞാൽ അതിനൊരു ചെറിയ എളുപ്പപ്പണി ഞാൻ കണ്ടുപിടിച്ചത് അവിടെ ഒരു കല്ലുണ്ടായിരുന്നു. അപ്പോൾ ആ കല്ലിൽ വെച്ചിട്ട് കഞ്ഞിരവെള്ളമൊന്നും നമുക്ക് ആവശ്യമില്ല. ആ കല്ല് വെച്ചൊന്ന് അവിടെ നിന്ന് അങ്ങോട്ട് ഒഴിക്കുക. അതിന് ശേഷം ഇവിടെ തന്നെ അങ്ങോട്ട് മുട്ടിടുക എന്ന് പറയില്ലേ, അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇത് നമ്മുടെ ചുക്കുവെള്ള ചെമ്പാണ് കേട്ടോ. അപ്പോൾ അത് നിവർത്തിയില്ല, വേറെ കരി പിടിച്ച ചെമ്പൊന്നും ഇല്ല എൻ്റെ കയ്യിൽ. അതുകൊണ്ട് പുതിയ ചെമ്പ് തന്നെ അതിന് വേണ്ടി യൂസ് ചെയ്തു. അപ്പോൾ മെയിനായിട്ട് നമുക്ക് ഗ്യാസ് ചിലവാകുന്നത് ഇത്രയും വെള്ളച്ചിലവ് ഭയങ്കരമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തിളപ്പിച്ചാറിച്ച വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ട് തന്നെയല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അരി വെച്ച് വാർത്തതിന് ശേഷം അടുപ്പിൽ അതിപ്പോൾ തീയിലാണെങ്കിൽ ചൂടായിക്കൊണ്ട് അതിങ്ങനെ ആയിക്കോളും വെള്ളം. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ സെറ്റപ്പ് കേട്ടോ. ഒരു പ്ലേറ്റൊക്കെ ഇട്ടിട്ട് ഒരു പാത്രമൊക്കെ വെച്ച് അവിടെ തന്നെ ആ അടുപ്പിൻ്റെ ഒരു ഭാഗത്തുള്ള ആ ഒരു തടസ്സത്തിൽ തന്നെ ഞാൻ അങ്ങോട്ട് ചോറ് വാർത്തു. അതൊക്കെ കണ്ടുപിടിച്ചു, ഈ ഒരു സാഹചര്യത്തിന് വേണ്ടിയിട്ട് അതൊക്കെ കണ്ടുപിടിച്ചു. അപ്പോൾ പിന്നെ മുട്ടിടാനുള്ള വലിയ പാത്രങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഇങ്ങനെ വെച്ച് ചെയ്യുമ്പോഴേ ഇനി ഇതിനെ ഉള്ളിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ കരിയാവുള്ളൂ. അപ്പോൾ ആ ഒരു പേടിയുള്ളതുകൊണ്ട് ആ പാത്രങ്ങളൊക്കെ പുറത്ത് തന്നെയാണ് അങ്ങോട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ഫുള്ള് ചോറായി കഴിഞ്ഞാൽ ആദ്യം ഞാൻ വിചാരിച്ചു വേറെ പാത്രത്തിലേക്കൊക്കെ ആക്കി മാറ്റി വയ്ക്കാം, വാർക്കാൻ ഉള്ളിൽ കൊണ്ടുപോയി ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ തോന്നി ഇങ്ങനെ തന്നെ മുട്ടിട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഗ്യാസിൻ്റെ മുകളിൽ കൊണ്ട് വെച്ചാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ചോറും ആയിട്ടുണ്ട്, ചുക്കുകളും ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് നമ്മുടെ പൂച്ചക്കുട്ട ഇങ്ങനെ തെങ്ങിൻ്റെ ചോട്ടിൽ വന്നിട്ട് ഇങ്ങനെ മീൻ തല കഴിക്കുകയാണ്. ഇന്ന് കുറച്ച് മീൻ വാങ്ങിയിട്ടുണ്ട്, ചൂരമീനാണ്. അപ്പോൾ മീനിൻ്റെ തലയൊക്കെ ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയപ്പോൾ തെങ്ങിൻ ചോട്ടിൽ ഇട്ടതാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ചൂരമീൻ. നല്ലൊരു കഷ്ണം മീനാണ്. ചെറിയൊരു പുളിപ്പൊക്കെ ചിലപ്പോൾ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഏട്ടനൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് കിട്ടുമ്പോൾ ഒക്കെ ഇങ്ങനെ വാങ്ങിക്കും. നല്ലൊരു കഷ്ണം മീൻ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ മസാലയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങൾ എളുപ്പം തന്നെയാണ് അവരവിടെ നിന്ന് നേരാക്കി തരുന്നതുകൊണ്ട് നമുക്ക് വലിയ പണിയൊന്നുമില്ല. ഉള്ളിലത്തെ ഒന്ന് അഴുക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിലേക്ക് മസാലയിലേക്കൊക്കെ എല്ലാ ഭാഗത്തേക്കും കഷ്ണങ്ങളിലേക്കൊക്കെ നന്നായിട്ട് പുരട്ടിയൊന്ന് വെച്ചതിന് ശേഷം അതുകൂടി ഒന്ന് വറുത്തെടുത്ത് കഴിഞ്ഞാൽ അത് ഗ്യാസിലാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ ചോറും ചുക്കുകളും മാത്രമേ അടുപ്പിലുള്ളൂ. ബാക്കി ഒരു പാത്രങ്ങളും അടുപ്പിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകണില്ല എന്നാണ് ഇപ്പോഴത്തെ തീരുമാനം എന്തായാലും. പിന്നെ നമുക്ക് അവിടെ നിന്ന് അത്രയും ചെയ്യാനുള്ളൊരു സൗകര്യവും ഇല്ല, അത്രയ്ക്ക് ഹൈടെക് ആയിട്ടില്ല ഇങ്ങോട്ട്. അപ്പോൾ ഇതെല്ലാം മസാലയൊക്കെ നമ്മുടെ മീനിൻ്റെ നന്നായി പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി വറുത്തെടുക്കണ പരിപാടി മാത്രമാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഇവിടെ എന്തായാലും ഇപ്പോൾ ചെയ്തെടുക്കുന്നത്. ആദ്യമൊക്കെ റിഫൈൻഡ് ഓയിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറേയായിട്ട് സൺഫ്ലവർ ഓയിലും റിഫൈൻഡും ഒന്നും ഉപയോഗിക്കാറില്ല. ഇപ്പോൾ നേരിട്ട് മില്ലിൽ പോയിട്ട് ആട്ടിക്കിട്ടുന്ന എണ്ണ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ഒരുപാട് മായം കലരുന്നുണ്ട് എന്നൊക്കെ കേട്ടപ്പോൾ പിന്നെ അങ്ങനത്തെ പരിപാടികളൊക്കെ നിർത്തി. പിന്നെ അത് മാത്രമല്ല, നമ്മളിപ്പോൾ സൺഫ്ലവർ ഓയിൽ റിഫൈൻഡ് എന്നൊക്കെ പറഞ്ഞാൽ സൺഫ്ലവറൊക്കെ ശരിക്കും ആക്ച്വൽ സൺഫ്ലവറിന് തന്നെ ശരിക്കും നോക്കുകയാണെന്ന് വെച്ചാൽ എന്ത് വിലയാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ ഓയിൽ നമുക്ക് 200 സംതിങ് രൂപയ്ക്കൊക്കെ കിട്ടുക എന്ന് പറയുമ്പോൾ അതൊരിക്കലും സാധ്യമല്ലല്ലോ. അന്നൊന്നും ആ ബുദ്ധി തോന്നിയില്ല, ഇപ്പോഴാണ് ഇങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ തോന്നിയത്. അപ്പോൾ പിന്നെ ആ സൺഫ്ലവർ ഓയിൽ വാങ്ങൽ നിർത്തി. റിഫൈൻഡ് ഓയിലും പാം ഓയിലും അങ്ങനത്തെ സംഭവങ്ങൾ പണ്ടൊക്കെ മീൻ വറക്കാനും പപ്പടം കാച്ചാനും അങ്ങനെയൊക്കെ മാത്രമായിട്ട് അങ്ങനത്തെ ഓയിൽസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ പിന്നെ ബിരിയാണിക്കും കൂടി ഞാൻ റിഫൈൻഡ് ഓയിൽ ഒന്നും യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ നല്ല വെളിച്ചെണ്ണയിൽ ഇങ്ങനെ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തു. ഈ ഒരു മീനിനെ ഞാൻ പറഞ്ഞ പോലെ ചെറിയൊരു പ്രത്യേകത ഉണ്ട്. ഇതിന് നല്ല കഷ്ണ മീനൊക്കെയാണ്, പക്ഷെ ചെറിയൊരു പുളിപ്പ് ഏതൊക്കെയോ കഷ്ണങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. പിന്നെ 4 ഭാഗത്തേക്കൊക്കെ എണ്ണയൊക്കെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും കുറച്ച് വെള്ള കളറുകൾ കേട്ടോ. ഈ ഒരു മീനിൽ ഇങ്ങനെയാണ് സംഭവം. ഇത് എണ്ണയിലിട്ടിട്ട് നന്നായിട്ട് ചൂടായിട്ടൊക്കെ ആയി വരുമ്പം
തന്നെ അതിൻ്റെ നെയ്യാണോ എന്താ സംഭവം എന്ന് അറിയില്ല. ഇങ്ങനെ 4 പുറവും ഇങ്ങനെ കുറച്ചിങ്ങനെ വെള്ള കളറായിട്ട് വരുന്നത് കാണാം. പക്ഷെ നല്ല കഷ്ണം മീനാണേനും. കാരണം ഉള്ളിൽ വല്ലാണ്ട് മുള്ളോ കാര്യങ്ങളോ ഒന്നുമില്ല. കുട്ടികൾക്കൊക്കെ ഈസി ആയിട്ട് തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും. കറക്റ്റ് വലുതായിട്ടുള്ള മുള്ള് മാത്രമാണ് അതിലുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ചെറിയ മുള്ളുള്ള പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കുട്ടികൾക്കും വലിയവർക്കൊക്കെ നല്ല രസമായിട്ട് തന്നെ കഴിക്കാൻ പറ്റും, ബുദ്ധിമുട്ടില്ലാതെ തന്നെ. അപ്പം ഞാനിങ്ങനെ ഓരോ സൈഡൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തു. പക്ഷേ മറ്റേ സൈഡ് എണ്ണയുടെ ഭാഗത്തേക്ക് ആവണതുകൊണ്ടാണ് തോന്നുന്നു പിന്നെ വെള്ള കളറൊന്നുമില്ല. ഒരു തവണ മാത്രമാണ് ഈ വെള്ള കളറൊക്കെ ഒന്ന് കാണാറുള്ളൂ കേട്ടോ. ഇനി മറിച്ചിട്ട് കഴിഞ്ഞാൽ അതൊന്നും പ്രശ്നമില്ല. അപ്പോൾ അങ്ങനെ 2 സൈഡും ആയി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ മീനൊക്കെ നല്ല ഫ്രൈ ആയി നല്ല കഷ്ണമായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി ബാക്കി കുറച്ചും കൂടിയേ ഉള്ളൂ. അതും കൂടി അടുത്ത സെറ്റിലിട്ട് കഴിഞ്ഞാൽ മീൻ പരിപാടിയും കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ എല്ലാം ഓരോ ഭാഗമൊക്കെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വല്ലാണ്ട് മൊരിച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ വടി പോലെ ആയിരിക്കും. അപ്പോൾ അല്ലാണ്ട് മൊരിക്കാണ്ട് കുറച്ചൊരു സോഫ്റ്റ് ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ അതാ 2 സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുത്താണ് കേട്ടോ അത്. അപ്പോൾ നമ്മുടെ മീൻ ഫ്രൈ ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചട്ടിയിലത്തെ ചോറും അതേപോലെ തന്നെ ഇന്ന് നമ്മളിപ്പം കുമ്പളങ്ങ കൂട്ടാനൊക്കെ ഉണ്ടാക്കിയിരിക്കണം. അപ്പോൾ പുളിങ്കറിയും ഒക്കെ കൂട്ടി മീൻ വറുത്തതും പപ്പടമൊക്കെ ആയിട്ട് നല്ല അടിച്ച് പൊളിച്ചൊരു ചോറ് കഴിക്കാമെന്ന് വിചാരിക്കുക. രാത്രി നേരത്തെ കേട്ടോ, ചൂടോടുള്ള ചോറും കറിയും അതേപോലെ മീൻ വറുത്തൊക്കെ സൂപ്പറായിട്ടുണ്ട് എന്തായാലും. അപ്പോൾ എൻ്റെ അപ്പുക്കുട്ടന് ഞാൻ കൊടുക്കുകയാണ് കേട്ടോ ഭക്ഷണം. അപ്പൂ, മീമി എങ്ങനെയാണ്, നല്ല ഇഷ്ടമായോ? അപ്പോൾ അപ്പു കഴിച്ചിട്ട് പറയേ. അപ്പുവിന് ചില മീൻ ഇഷ്ടമാണ്, ചില മീൻ ഇഷ്ടമല്ല. ഇതിനി ഇഷ്ടമാണെങ്കിൽ ഇപ്പോൾ പറയും. നോക്കാം നമുക്ക് അവൻ്റെ എക്സ്പ്രഷൻ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അവന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, തല കുലുക്കുന്നുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്തായാലും. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.